ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഈവനിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയേക്കാം എന്ന് കരുതി. അപ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്, അതൊന്നും മൈൻഡ് വയ്ക്കാണ്ട് ഞാൻ ഇറങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റ്. നമ്മൾ താമസിച്ച റെസിഡൻഷ്യലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹൈവേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. പൊതുവേ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നല്ല റഷ് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി കൊച്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ രക്ഷയില്ല, അത്ര റഷ് തന്നെയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനൊന്ന് വെറുതെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എക്സ്പ്ലോർ ചെയ്യണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കിങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ വൈകുന്നേരം ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത്. സോ അങ്ങനെ എക്സാമിൻ്റെ ടെൻഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നല്ല റിലാക്സ് ആയിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പൊതുവെ എനിക്ക് നടക്കുക എന്ന് പറയുമ്പോൾ അത്ര മടിയുള്ള കാര്യമല്ല. കമ്പാരിറ്റീവ്ലി നമ്മുടെ നാടിൻ്റെ അത്രയും അത് ശരി തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂടി കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഒരു സിറ്റിക്ക് എന്തോ ഒരു ഭംഗിയുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക, എനിക്കിങ്ങനെ എത്ര നേരം നടന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര ഒരു കുഞ്ഞു ഷോപ്പാണെങ്കിലും പക്ഷെ ഭയങ്കര പോസിറ്റീവ് വൈബാണ് എനിക്ക് തോന്നണേ. പണ്ട് വീട്ടിൽ അമ്മാമ്മ ഉണ്ടായിരുന്നപ്പോൾ ചെറിയ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ചെറിയ ഭരണികൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഭരണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുതലാവില്ല, കാരണം അത്രയും അത്യാവശ്യം നല്ല റേറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. പക്ഷേ ഞാൻ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ വാങ്ങാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോൾ ഒരു അപ്പൂപ്പനും ഒരു കുഞ്ഞു പയ്യനൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇത്തവണ അവനെ കണ്ടില്ല, അവന് ക്ലാസ് ഉണ്ടായിരുന്നു. അവൻ്റെ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു. പിന്നെ ഞാൻ നേരെ തന്നെ ഫുഡ് കഴിക്കാൻ പോയി, കാരണം എനിക്ക് നല്ല വിശപ്പായിരുന്നു. രാവിലെ കഴിച്ചിട്ട് പോയത് കാരണം കൊണ്ട് പിന്നെ ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡായിട്ട് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിപ്പോയി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ഞാൻ എപ്പോഴും നോട്ട് വെക്കണമെന്നാണ്, പക്ഷേ എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാനപ്പോൾ ആദ്യമായിട്ട് കഴിക്കുന്നൊരു സംഭവം ആയിരുന്നുണ്ട്, ബേൽപൂരി എന്ന് പറഞ്ഞ സാധനം. അത് കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് 6 മണിയായിട്ടോ. പിന്നെ ഒന്ന് വേഗം തന്നെ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി. സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല ഓഫർ നടക്കുന്നൊരു സമയമാണ്. നല്ല ഓഫർ കണ്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേർ സെറ്റിനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിട്ടോ. ആസ് യൂഷ്വൽ എൻ്റെ ആദ്യം തന്നെ കണ്ണു പോയത് ഇവിടേക്കല്ല, നേരെ തന്നെ കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. ഈ ബേബിച്ചി മിന്നൂട്ടി ഉണ്ടായിക്കഴിഞ്ഞ ശേഷം, മിന്നുമോൾ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് അത്യാവശ്യം വലിയ കളക്ഷൻസോ അങ്ങനെ വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബേബിച്ചി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ, കാരണം ഞാൻ ആ സമയത്തൊക്കെ പുറത്തായത് കാരണമുണ്ട് അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ചൊരു നോളേജ് എനിക്ക് വന്നു. പിള്ളേരുടെ ഡ്രസ്സിൻ്റെ ഐറ്റംസൊക്കെ നല്ല ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഓഫറാണ് കേട്ടോ. 99 റുപ്പീസിൻ്റെ കുട്ടികളുടെ ടോപ്പുകളും 149 രൂപയുടെ ടീഷർട്ടുകളും അങ്ങനെയൊക്കെ ഒത്തിരി നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 200ൻ്റെ ടോപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ചെരുപ്പുകളുടെ സെക്ഷനിലേക്ക് ഒന്ന് നോക്കി, എൻ്റെ ഷൂ ഒന്ന് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. 599 അത്യാവശ്യം നല്ല ഷൂ തന്നെയായിരുന്നു. ഈ 99 റുപ്പീസിൻ്റെ ടീഷർട്ടുകൾ ടോപ്പുകൾ എന്നൊക്കെ പറയുമ്പോൾ തീരെ ലോക്കലാന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അല്ല, ബ്രാൻഡ് സ്റ്റുഡിയോ ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു 8 മണി ആ ഒരു ടൈമൊക്കെ ആയിട്ട്, അപ്പോൾ നല്ല റഷ്, നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഒന്നുകൂടി കുറച്ച് തിരക്കൊക്കെ ആയി. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് ബാംഗ്ലൂർ, ഞാൻ എൻ്റെ റെസിഡൻസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. എനിക്ക് ഈ ചേച്ചിയുടെ ഷോപ്പിലെ എഗ് റൈസ് ഭയങ്കര ഇഷ്ടമുണ്ട്. പുള്ളിക്കാരത്തി എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിലാണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുള്ളൂ. നമുക്ക് ആൾ കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല, പക്ഷേ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ലാസ്റ്റ് ടൈം കണ്ട് ഞങ്ങൾ പോകുന്നത് കാരണം കൊണ്ട് ആ ഒരു സ്നേഹം എന്നോട് ഉണ്ടായിരുന്നു. ഞാൻ തേടി പിടിച്ചാണ് ചേച്ചിയുടെ ഷോപ്പിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഭയങ്കര സന്തോഷമായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതെന്താ ലിവർ ഫ്രൈ ആയിരുന്നു. ലിവർ ഫ്രൈ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ എൻ്റെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് നേരം ചേച്ചിയുടെ അടുത്ത് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്ന ആ സമയത്ത് ചേച്ചി എൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണുമ്പോൾ ഈ ഷോപ്പ് അങ്ങനെ പണി നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി എന്നോട് വീഡിയോ എടുത്തോളാനൊക്കെ പറഞ്ഞു. ചിലവർക്ക് അങ്ങനെ ഇഷ്ടമൊന്നും ആവില്ലല്ലോ. പക്ഷെ ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ചേച്ചി വീഡിയോ എടുത്തോളാൻ. ബാംഗ്ലൂർ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ട്രീറ്റ് ഫുഡ് തന്നെയാണ് കേട്ടോ എഗ് റൈസ് എന്ന് പറയുന്നത്. ഈ എഗ് റൈസ് അനുകരിച്ചാണ് ഞാൻ വീട്ടിൽ മിന്നുകുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ, ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഏകദേശം ലാസ്റ്റ് ഞാൻ കാണുമ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 60 രൂപയായിരുന്നു, ഇപ്പോൾ 70 രൂപ ആക്കിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഫുഡ് ചേച്ചിനോട് ടേസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട്, കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ഞാൻ കുറ്റവും കുറവൊക്കെ പറയുമെന്ന് വിചാരിച്ചു ചേച്ചി, പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല, കുറ്റവും കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അത്രയും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു.
സത്യം എടുത്ത് കാണുമ്പോൾ ഓർക്കൂല ഇവളെന്ത് ഈ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഉള്ളത് പറയാം കേട്ടോ, നല്ല ടേസ്റ്റ് ഫുഡ് തന്നെയായിരുന്നു ഈ ചേച്ചിയുടെ. റേറ്റും ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ തന്നെയാണ്. നമ്മളെപ്പോലെയുള്ള മലയാളി വിദ്യാർത്ഥികൾ മസ്റ്റായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യുന്നൊരു സാധനം തന്നെയാണ് ഈ ചേച്ചിയുടെ എഗ് റൈസ്. ചേച്ചിയുടെ മാത്രമല്ല, ഒരുപാട് പേര് ഇതുപോലെ എഗ് റൈസൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ എന്താ പറയുക, പലതും പല റേറ്റാണ് കേട്ടോ. അങ്ങനെ ചേച്ചി എൻ്റെ ഫുഡൊക്കെ തന്നു. ചേച്ചി എടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞു. ചേച്ചി എന്നോട് എന്നാ പോണേന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഡേറ്റൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ എൻ്റെ റൂമിലേക്ക് നടക്കുകയാണേ. ആസ് യൂഷ്വൽ ഞാൻ വന്നപ്പോൾ തന്നെ ഈവനിങ് ആണ്. എൻ്റെ റൂമിൻ്റെ സൈഡിൽ ഈ ഷോപ്പ്, അതായത് ഇങ്ങനെ ഈ വണ്ടിയിൽ ഫ്ലവർ കെട്ടുന്ന സംഭവമൊക്കെ സെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ അമ്മ അത് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കാൻ ഞാൻ കുറച്ചേരം നോക്കിയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പയ്യനെ കണ്ടിട്ട് അവൻ്റെ കൊടുത്തിട്ടാണ് വർത്താനമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ലോഗ് കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയുള്ളൂ. ബൈ.